ഏട്ടാ, ഞാൻ ഒരു സാധനം പണയം വെക്കാൻ വന്നതാണ്. വളയാണോ അതാ ചെയ്യുന്നോ? വളയും ചെയിനൊന്നുമല്ല, കമ്മലാണ്. അതൊന്നും അങ്ങനെ എടുക്കല്ല സുമതിയെ. എത്രയുണ്ട്? അരപ്പവനോ കാൽപ്പവനോ? ആൽപ്പവും തികച്ചില്ല, കുറച്ച് കുറവുണ്ട്. എടുക്ക് നോക്കട്ടെ. ഇതോ? ഏട്ടാ, എനിക്കതിൽ ഒരു 3000 രൂപ വേണമായിരുന്നു. ഇതില് 1 ഗ്രാം തികച്ചില്ലല്ലോ. നീ ഇത് എടുക്കാൻ വന്നപ്പോ ഞാൻ എന്ത് ചെയ്യും? ഇപ്പൊ സ്വർണത്തിനൊക്കെ നല്ല വിലയുണ്ടല്ലോ, ഞാൻ എന്തായാലും എടുക്കും. പിന്നെ മൂപ്പറിന്റെ പെങ്ങളുടെ മോളുടെ കല്യാണമോ, കവറും ഇടണം, കുട്ടികൾക്കൊക്കെ ഡ്രസ്സും കൊടുക്കണം. അത് കാരണം ഞാനിപ്പോ അർജന്റായിട്ട് ഓടി വന്നത്. ഒരു കാര്യം ചെയ്യാൻ സുമതി, 2700 തരാം. വേറെ ആരല്ലല്ലോ, നമ്മുടെ നാട്ടുകാരല്ലേ. അതിൽ കൂടെ ഒരു 300 രൂപയല്ലേ ഉള്ളൂ. ഞാൻ കുറേ ആൾക്കാരോട് ചോദിച്ചു, ആരിൻ്റെ അടുത്തും ഇല്ല. അല്ലെങ്കിൽ കല്യാണമായിട്ട് ഇതുകൊണ്ട് പണയം വെക്കില്ലായിരുന്നു. വെറുതെ അതൊന്നും പറഞ്ഞ സമയം കളയല്ല, എനിക്ക് വേറെ പണിയുള്ള. നീ എവിടെ കിട്ടുന്നു? അവിടെ വെച്ചോ. എന്നപ്പം 2700 മതി. മൂപ്പർ തുണിയെടുക്കാൻ പോകുമ്പോൾ ഇവിടെ കാത്തു നിൽക്കുന്നു. പൈസ കുറച്ച് വാങ്ങിയാൽ എടുക്കാൻ താല്പര്യം ഉണ്ടാവും. കൂടുതൽ വാങ്ങിയാലോ എടുക്കാൻ പറ്റില്ല എനിക്ക്. ഇന്നോ 1 മാസം കൊണ്ട് എടുക്കണേ. ഇത്തിരി പോകാൻ ഒരു സാധനം കൊണ്ടുവരും. എന്നിട്ട് അത്ര പൈസ പോകണം, ഇത്ര പൈസ പോകണം, ആക്കാനൊന്നും മാറും. സുമതിയല്ലേ പോയത്? ബാലകൃഷ്ണ, ബാലു, ബാലേ, ഇത് എവിടെ പോയതാ? ആ, ഇത് നീയോ? നീ ഇത് രാവിലെ തന്നെ? നമ്മുടെ വൈജു മോനെ കൊയിലാണ്ടിക്ക് പോകാണ്ടായിരുന്നു. അപ്പൊ എന്നെ ഇവിടെ ഇറക്കി വിട്ടതാ. ഞാൻ നിന്നെ ഒന്ന് കാണിട്ടെന്ന് പറഞ്ഞ് വന്നതാ. അല്ലേട്ടാ, ഇപ്പൊ ഇത് പോയത് നമ്മുടെ സുമതിയല്ലേ തെക്കേതില്? അവളോട് വന്നിട്ട് പോയതാ. നീ കേറ്. ആ, അവളെവിടെ നാത്തൻ? അവള് ഷുഗറ BP ഒക്കെ കൂടി വേണ്ടിട്ടേ ഡോക്ടറെ കാണാൻ പോയതാ. എന്നിട്ട് അവള് തനിച്ചു പോയതാ? ഇവിടെ അടുത്ത തിരുവങ്ങൂർ ഹോസ്പിറ്റലാ. എത്ര ആൾ വേണം കൂടെ? ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എത്ര തിരക്കുണ്ടാന്ന് പറഞ്ഞിട്ടാ? എത്ര നേരം വരി നിൽക്കണം? എനിക്കൊന്ന് കാപ്പാടിലേക്ക് അയച്ചാ പോരെ? എത്ര പൈസ ചെലവാകും? തൊട്ടായാലും പിടിച്ചൊക്കെ പ്രൈവറ്റ് പോകുന്നത് ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിലാ. നീ അല്ലെങ്കിലും പിശുക്കൻ തന്നെയല്ലേ. അതൊക്കെ പോട്ടെ, സുമതി എന്തിനു വന്നതാ? അവൾക്ക് തന്നെ പണി. അവൾ ഇത്തിരി പോകുന്ന സ്വർണം കൊണ്ട് വന്നു. എന്നിട്ട് 3000 രൂപ വേണം പറഞ്ഞു. ഞാൻ 2500 കൊടുത്തു. നീ എന്ത് പണിയാ ചെയ്തേട്ടാ? എനിക്ക് 3000 കൊടുത്തൂടെ? നിനക്ക് ഓർമ്മയുണ്ടോ, നമ്മൾ സ്കൂളിൽ പോകുമ്പോഴേ നീ വിശന്നിട്ട് എത്ര കരയറിയോ? ഇവിടെ നമുക്ക് ഒരു സാധനം ഉണ്ടാവില്ല. അപ്പൊ നമ്മുടെ അമ്മ അധികം കൊണ്ട് വിട്ടിരുന്നത് അവരുടെ വീട്ടിലാ. അവരുടെ അമ്മ എനിക്ക് എത്ര ഭക്ഷണം തന്നിട്ടുണ്ടറിയോ? അതൊക്കെ പണ്ടല്ലേ, അതൊക്കെ ആലോചിച്ചിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഏട്ടാ, അങ്ങനെ കഴിഞ്ഞ കാര്യമൊക്കെ അങ്ങനെ പെട്ടെന്നൊന്നും അങ്ങനെ മറക്കാൻ പറ്റില്ല കേട്ടോ. അന്നവർ നല്ല ടീമായിരുന്നു. നമ്മൾക്കാണെങ്കിൽ ഒന്നുമില്ല. നമ്മുടെ അമ്മ എത്ര പണിക്ക് പോയിട്ടുണ്ടറിയോ? എന്നിട്ട് വരുമ്പോഴേ നിനക്ക് ഷർട്ടും ട്രൗസർ ഇടാനില്ലാണ്ട് അവളുടെ ഭർത്താവിന്റെ എത്ര ഡ്രസ്സ് നിനക്ക് തന്നിട്ടുണ്ടറിയോ? എടി, അത് ചെറിയ പ്രായമാകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡ്രസ്സ് മാറ്റി നിൽക്കും. അത് പറഞ്ഞുകൊണ്ട് ഒരു കടുക് മണി വരെ സ്വർണം കൊണ്ടുവന്നുകൊണ്ട് ഇത് 10,000 വേണം പറഞ്ഞാൽ എനിക്ക് കൊടുക്കാൻ പറ്റുമോ? അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല, ഇങ്ങോട്ട് മാത്രം അവർ തന്നത്. നമ്മൾക്കൊന്നുമില്ല അങ്ങോട്ട് കൊടുക്കാൻ. പക്ഷെ നിനക്ക് നല്ല ഓർമ്മയുണ്ട്. ഈ നന്ദികേട് കാണിക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ, അതെനിക്ക് പണ്ടേ ഉള്ളതാ. അപ്പൊ 3000 കൊടുക്കായിരുന്നല്ലേ? അല്ല, നീ എന്താ വന്ന്? നീ കാര്യം രണ്ട് പേരില്ലല്ലോ. ഞാൻ വന്ന കാര്യം എന്താ അറിയോ? നമ്മുടെ വീട്ടിന്റെ തെക്ക് ഭാഗത്തെ വലിയൊരു സെന്ററിൽ ഒരു ഹോള് കെട്ടിയിട്ടുണ്ട്. നമുക്കതൊരു പാർട്ട്ണറായിട്ട് ഷോപ്പ് തുടങ്ങിയാലോ? ഷോപ്പ് തുടങ്ങാൻ കൂടെ കൂട്ടാൻ പറ്റിയ ആള് അല്ല. അതൊക്കെ പോട്ടെ, എന്ത് ഷോപ്പ് തുടങ്ങാൻ പരിപാടി? ഏട്ടാ, തുണി ഷോപ്പ്. ഒരുപാട് പൈസയൊന്നും വേണ്ട, ഒരു 50 ലക്ഷം ഉറുപ്പിക ഉണ്ടെങ്കിൽ മതി. നമ്മൾ 25 ലക്ഷം എടുക്കാം. എന്താ അറിയാ, തുണി ഷോപ്പ് ആകുമ്പോൾ അവർ റൂം മാത്രമേ കെട്ടിയിട്ടുള്ളൂ. പിന്നെ ഒരുപാട് ലൈറ്റും കാര്യങ്ങളും തട്ടും ഒക്കെ അടിക്കാൻ വേണമല്ലോ. നിനക്ക് അഡ്വാൻസ് കൊടുക്കണം. പിന്നെ ബാക്കി പൈസക്ക് തുണി ഇടണം. തുണി ഞങ്ങൾ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ഞാൻ ചോദിച്ചിട്ടുണ്ട്.
പാതി പൈസ 3/4 പൈസ കൊടുക്കണം. അവർ പറഞ്ഞു പാതി നിർത്താം, കറക്റ്റ് നിങ്ങൾ തുണി എടുക്കും തരുവും ചെയ്യുകയാണെങ്കിൽ എന്ന് പറഞ്ഞു. വേണ്ട, നമ്മൾ ആദ്യമായിട്ട് എടുക്കുകയല്ലേ, ഒരു 3/4 പൈസ കൊടുക്കാം, 1/4 അവർ നിർത്തി തരും. പിന്നെ അടുത്ത പ്രാവശ്യം തുണി എടുക്കുമ്പോൾ കൊടുത്താൽ മതി. ഇവിടെ എന്നെ പറ്റിക്കാനുള്ള ഐഡിയ. അല്ല എന്തെന്ന് 25 ലക്ഷമോ? എൻ്റെ ഒരു ഉറപ്പില്ല. നിന്റെ അടുത്ത് പൈസ ഇല്ലേ? നീ ആ തെക്കേടുത്ത് പറമ്പ് എത്രയ്ക്കാ വിറ്റ്? 60 ലക്ഷത്തിനല്ലേ? ഇത് എൻ്റെ അടുത്ത് എന്താ പറഞ്ഞ 50 ലക്ഷത്തിനല്ലേ? ബ്രോക്കർ പൈസ നീയാ കൊടുത്ത്? അതാ ഞാനോ? ബ്രോക്കർ ഫീസോ 10 ലക്ഷമോ? നീയല്ല മോനെ ആള്. അതുപോലെ 10-50,000 കൊടുത്തിട്ടുണ്ടെന്ന് ആർക്കറിയാം? അത് അയാളെ കൂടെ പിന്നെ വരും എന്ന് പറഞ്ഞു. നല്ല ബ്രോക്കർമാരാണ് നിന്നെ കൈയോടെ പിടിച്ചിട്ടുണ്ടാവും, അല്ലാത്തവരിനാണ് നീ എന്തായാലും പറ്റിക്കും. 6 കിലോ ഉപ്പ് തേക്കാത്ത സാധനം ഒരാളിന് 1 ഗ്ലാസ് വെള്ളം കൊടുക്കുമോ നീ? ഞാൻ പോകുക. തറവാട്ട് മുതൽ ആര് പറ്റിച്ചിട്ടുണ്ടെങ്കിലും അവരങ്ങ് മുടിഞ്ഞു പോകും. നമ്മൾ അങ്ങനെ കേട്ടിട്ടില്ലല്ലോ. ഈ വെറുതെ അറമ്പറ്റിന്റെ മക്കെന്നും പറയല്ലേ. ഞാനൊരു 50 അല്ല 1 ലക്ഷം ഉറുപ്പിക നിങ്ങൾക്ക് തരാം, പോരെ? 1 ലക്ഷം ഉറുപ്പിക എനിക്ക് പോരാ, ചുരുങ്ങിയത് ഒരു 3 ലക്ഷം എനിക്ക് തരണം. പണ്ടേ ഇവിടെ ഇങ്ങനെ തന്നെയാ, എന്ത് കെട്ടിയൊരു ഒപ്പം വേണം. ഞാൻ തരാട്ടാ. അപ്പൊ തന്നാ മതി, അപ്പൊ ശപിക്കില്ല. എന്താണ് ഇത്ര നേരം? രാവിലെ പോയല്ലേ? നല്ല തിരക്ക് ഹോസ്പിറ്റലിൽ, എനിക്ക് നിന്ന് മതിയായി. പിന്നെ കുറേ നേരം കഴിഞ്ഞ് കാണിച്ച കൊണ്ട് ഇറങ്ങുമ്പോഴേക്കും എനിക്ക് നല്ല തലചുറ്റൽ, എനിക്ക് നടക്കാനൊന്നും വയ്യാണ്ടായി. ഒന്നും കഴിക്കണ്ടല്ലോ രാവിലെ പോയത്. പിന്നെ ഒരു മരത്തിന് ചോട്ടിലത് കുറേ സമയം അങ്ങ് ഇരുന്നു. ഓട്ടോ പിടിച്ച് വന്നോളെ. അതിന് ഓട്ടോ പിടിച്ചാൽ നിങ്ങൾ പൈസ തന്നോ? ആ 15 രൂപയല്ലേ തന്നത്, 5 രൂപ ടോക്കന് കൊടുത്തു. പിന്നെ എങ്ങനെ ഓട്ടോ പിടിച്ച് വരാനാ? ഒരു ചായ കുടിക്കാൻ പോലും പൈസയില്ല. വിശന്നിട്ട് അവിടെ ഞാൻ തളർന്ന് ഉണ്ടാതിരിക്കുമ്പോഴാ സുമതിയും ഭർത്താവും തുണിയെടുത്തിട്ട് വരുന്നു. എന്നിട്ട് അവരെന്നെ ഓട്ടോ പിടിച്ച് അവിടെ കൊണ്ട് ഇറക്കിയത്. എന്നിട്ട് അവൾ ഇതുവരെ കൊണ്ട് കൈ പിടിച്ച് എന്നെ ആക്കിയിട്ടാ പോയത്. അത് സുമതി കൊടുത്തു. 10 രൂപ എൻ്റെ കയ്യിലുണ്ട്, അത് കൊടുക്കാൻ പോയിട്ട് പോലെ അവള് വാങ്ങിയില്ല, വേണ്ടെന്ന് പറഞ്ഞു. എവിടെയെങ്കിലും പുറത്ത് പോകുമ്പോൾ ഒരു 10 100 കൈ തരിക, അത് തരില്ല. ആ ബസ്സിന് പോകുകയാണെങ്കിൽ ബസ്സിൻ്റെ പൈസ കറക്റ്റ് തരും. ഒരു നേരം എവിടെ പോയി വയ്യാണ്ടായി, എന്താക്ക അവിടെ തന്നെ ഇരിക്കുകയല്ലാണ്ട് വിളിച്ചാലോട്ട് ഫോൺ കൊടുക്കില്ല. എന്തെങ്കിലും പൈസക്ക് വിളിക്കുകയാണോ എന്ന് പറഞ്ഞിട്ട്. മതി, നിന്നെ ഡയലോഗ് നിർത്ത്, കൊടുത്തിട്ട് കഴിഞ്ഞിട്ട് പോയിട്ടുള്ളൂ.